വാണിജ്യ പാചകവാതക സിലിണ്ടറിന് കുത്തനെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വടകര മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് എം അബ്ദുൽ സലാം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. വീണ്ടും വീണ്ടും വില കൂട്ടി മുക്കിക്കൊല്ലാൻ നോക്കുന്നവരെ പഞ്ചാര വാക്ക് പറഞ്ഞവർ വോട്ടുകൾ പെട്ടിയിലായപ്പോൾ കുത്തനെ വില കൂട്ടി. ജൂലൈ മെയ് 1-ാം തീയതി എല്ലാ പത്രങ്ങളിലൂടെയും നമ്മൾ കണ്ട വാർത്ത ഗ്യാസിന്റെ വിലവർദ്ധനവായിരുന്നു. നമുക്കറിയാം, ഗ്യാസിന് വില വർദ്ധിക്കാറുണ്ട്, പെട്രോളിന് വർദ്ധിക്കാറുണ്ട്, എല്ലാ സാധനങ്ങളും വില വർദ്ധിക്കാറുണ്ട്. അതിനൊരു മര്യാദ ഇല്ലാത്ത രീതിയിൽ 996 രൂപയ്ക്ക് ഒരൊറ്റയടിക്ക് ഒരു 75,000 രൂപയുടെ സാധനത്തിന് ഒരു 1000 രൂപ വർദ്ധിച്ചാൽ വലിയ പ്രശ്നമില്ല. 75 ഇപ്പൊ 76 ആയിക്കുന്നു. 1500 രൂപയ്ക്ക് കിട്ടുന്ന ഗ്യാസ് 200 രൂപയ്ക്ക് 3 തവണ വർദ്ധിച്ച് തൊട്ടടുത്ത് തന്നെ 993 രൂപയ്ക്ക് ഒറ്റയടിക്ക് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരട്ടി വർധനവ്. നമുക്കറിയാം, മലയാളിയുടെ അടുക്കള ആഴ്ചക്ക് 7 ദിവസം പ്രവർത്തിക്കുന്നില്ല. ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് ഹോട്ടൽ മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിലവർദ്ധനവ് ഹോട്ടൽ മേഖലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം നടുങ്ങിയിരിക്കുന്നത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് യുദ്ധം നടക്കുകയാണ്. ഹോർമുസ് കടലിലേക്ക് ലോക പോലീസും ഇറാനും തമ്മിലുള്ള ഒരു വലംവലിയുടെ വക്കിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്, ഗ്യാസുകൾക്ക് നിലവിലെ ക്ഷാമങ്ങൾ, ഉത്പാദനം കുറഞ്ഞിട്ട് ക്ഷാമങ്ങളുണ്ട്. ആ ക്ഷാമത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ്, സർക്കാർ വലിയ രീതിയിലുള്ള ഈ വർധനവ് വരുത്തിയിരിക്കുന്നത്. ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പലതവണ ആഗോള മാർക്കറ്റിൽ വില കുറഞ്ഞിരുന്നു. ആ സമയത്തൊന്നും ആ കുറവ് നമുക്ക് സാധാരണക്കാർക്ക് കൊടുക്കാതെ ചെറിയൊരു വർധനവുണ്ടായപ്പോൾ 47% വർധനവ് ഒറ്റയടിക്കുണ്ടായിരിക്കുന്നത്. പറഞ്ഞത് ഇതിന്റെ ക്ഷാമം എന്ന. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ, തീരുന്നത് വരെ ഒരു വിധത്തിലുള്ള വർധനവും മൗനമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം പത്രങ്ങളിൽ വരുന്നെന്താ? ജനങ്ങളുടെ മേൽ അധികഭാരം ഉയർത്തിക്കൊണ്ടുള്ള ഈ വിലവർദ്ധനവാണ്. നമുക്ക് പാലിന് 4 രൂപ അല്ലേ? മിൽമ പാലിന് 4 രൂപ കൂട്ടാൻ പോവാ, ഒരു ലിറ്ററിന് 4 രൂപ. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2-3 വർഷമായി അവശ്യ സാധനങ്ങളുടെ അരിയായാലും പഞ്ചസാരയായാലും മുളകായാലും എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആത്യന്തികമായി ബാധിക്കുന്നവരെ ജനങ്ങളെയാണ്. അതിന് എതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ, ഒരു തെരുവിലെ മുദ്രാവാക്യം വിളിക്കാൻ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമില്ല എന്നുള്ളൊരു ഖേദകരമായ അവസ്ഥയാണ്. എല്ലാവരും ഇപ്പം മുഖ്യമന്ത്രി ആരാവുന്നുള്ള ചർച്ചയാ. ജനങ്ങളെ ബാധിക്കുന്ന, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന, ഈ ജനത്തെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി ഒരു രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വരുന്നില്ല. അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും സമകാലികമായി കഴിഞ്ഞ 2-3 വർഷമായി വിലക്കയറ്റത്തിനെതിരായി, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിനെതിരായി സംസാരിക്കാൻ
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ദുരവസ്ഥ. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇത്തരമൊരു സമരവുമായി പ്രതിഷേധ സംഘവുമായി കേരളത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും ഇത്തരം പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും വരുന്ന 3 ദിവസങ്ങളിൽ സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ സർക്കാരിനോട് പറയാനുള്ളത്, വോട്ടുകൾ കഴിഞ്ഞപ്പോ ഇനി ഇവനെ കൊണ്ടെന്ത് പണി എന്നുള്ള നിലക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്. പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് വോട്ടർമാർ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു പരിധിവരെ സഹിച്ചിട്ടുള്ളൂ. ജനങ്ങളുടെ മേലിൽ അമിതമായ ഭാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ദ്രോഹിക്കുന്ന നടപടിയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടികൾ തരുവാൻ കെൽപ്പുള്ള ഭാരതീയ ജനതയാണുള്ളതെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു ഘട്ടത്തില് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയാനുള്ളത് അതാണ്. ഇപ്പൊ കാർക്ക് ആരെയും മുഖ്യമന്ത്രിയാക്കാം. ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.